ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിന് നമുക്കൊരു കുക്കറിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു തക്കോലം, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു കറുവപ്പട്ടൻ്റെ ഇല, 3 ഏലക്കായ, പച്ചപ്പട്ടാണി 6-7 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണം, എങ്കിലേ ഇത് കൃത്യമായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനിവിടെ കൈക്ക് 2 പിടി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഗ്രീൻ പീസ് എടുക്കാൻ പാടുള്ളതല്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീൻസാണ്. ഒരു 5-6 ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂണോളം ജീരകം, സാദാ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി കഷ്ണം നന്നായി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നത് അരി വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, എപ്പോഴും ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് മുന്നിട്ട് നിൽക്കണം. അത് നിങ്ങളുടെ പാകത്തിന് ചേർക്കേണ്ടതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വയ്ക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒറ്റ വിസിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടുന്നതാണ്. ചോറ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കേണ്ടത് മസാലയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി വറുത്തെടുക്കുക എന്നതാണ്. അതിനായി ചെറുതായി നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഞാനിതിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉള്ളി വറുത്ത് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഗതികൾ കൂടി വറുത്തെടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ വറുത്തെടുക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് ക്യാരറ്റാണ്. ക്യാരറ്റും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അധികം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ക്യാരറ്റും വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം വറുത്ത് ചേർത്ത് നെയ്ച്ചോറിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്ഷൻ കിട്ടുന്നത്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ സോയാബീൻ നമുക്ക് പൊരിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോയാബീനിൽ എക്സ്ട്രാ നമ്മൾ മസാല ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ സോയാബീനും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് എണ്ണയിൽ തന്നെ നമ്മൾ കോളിഫ്ലവറും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് കോളിഫ്ലവറും വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഉള്ളി തക്കാളി ഉപയോഗിച്ചുകൊണ്ട് മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നമുക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 ഉള്ളിക്ക് 3 തക്കാളി എന്ന അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മൊത്തം ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ വാട്ടിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിനകത്ത് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഉള്ളി അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
തക്കാളി കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. നെയ്ച്ചോറും മസാലയും വെവ്വേറെ വെച്ച് ഒന്നിച്ച് ചേർക്കുന്നതാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതേസമയം ഒന്നിച്ച് കുക്കറിൽ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി തക്കാളി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല, ഇവ രണ്ടും നന്നായി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വാട്ടിയെടുക്കുക. നന്നായി വാടി കിട്ടിയെങ്കിൽ മാത്രമേ ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നന്നായി വാട്ടിയെടുക്കുക. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അല്പം ഉയർത്തി വെക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, വെജിറ്റബിൾ ബിരിയാണിയിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്രെഡോ റൊട്ടിയോ പൊരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കത്തിച്ചക്ക എസൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. നമ്മളുടെ അതൊന്നും ചേർക്കാതെയാണ് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത്. നമ്മുടെ മസാല അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബിരിയാണി മസാലയ്ക്ക് അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ, അതുപോലെ തന്നെ കോളിഫ്ലവർ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. കോളിഫ്ലവറിലും അതുപോലെ തന്നെ സോയാബീനിലേക്കും ഇതിൻ്റെ മസാലക്കൂട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയ്ക്ക് മുകളിൽ കൂടി നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് അല്പനേരം കാത്തിരിക്കാം. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന വെജിറ്റബിൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് മുഴുവൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചേരുവകൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് അമ്പിച്ച് വെക്കാവുന്നതാണ്. നന്നായിട്ട് ചോറെല്ലാം നന്നായിട്ട് ഒന്ന് ഒരു കൂമ്പാരം പോലെ, ഒരു പിരമിഡ് പോലെ നമുക്കൊന്ന് അമ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് അമ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് കാത്തിരിക്കാം. ശേഷം നമുക്ക് അടപ്പ് തുറന്ന് മൊത്തം ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി ആണ്. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളും സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു.